UDF പ്രവേശനത്തിൽ വെട്ടിലായി PV അൻവറും CK ജാനുവും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDFനെ ചേരാൻ തിടുക്കം കാണിച്ച് PV അൻവറും CK ജാനുവിനും ഗുണം ഉണ്ടാവില്ലെന്ന് ഉറപ്പായി. UDFന്റെ ഭാഗമായാലും ഘടകകക്ഷികൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം ഇരുവർക്കും ഉണ്ടാകില്ല. UDFന്റെ ഭാഗമാണെന്ന് പറയുമ്പോഴും മുന്നണി യോഗത്തിൽ പങ്കെടുക്കാനോ അഭിപ്രായം പറയാനോ സീറ്റ് ചോദിക്കാനോ തൽക്കാലം ഇരുവർക്കും സാധിക്കില്ല. ഏറെ നാളായി UDF പ്രവേശനം കാത്തുനിന്നതാണ് PV അൻവർ. CPMനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെല്ലുവിളിച്ച് MLA സ്ഥാനം രാജിവെച്ചപ്പോൾ മുതൽ അൻവറിന്റെ ഏക ലക്ഷ്യം ഇതായിരുന്നു. എന്നാൽ അമിത ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞതോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കടുത്ത നിലപാടെടുത്തു. അന്നു മുതൽ അൻവർ മുന്നണി പ്രവേശനം തേടി അലയുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും അടക്കം ഇതിനിടെ കടന്നുപോയി. അൻവർ പ്രതീക്ഷയോടെ നിന്നെങ്കിലും ഒന്നുമുണ്ടായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് UDF അൻവറിനെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചത്. വയനാട്ടിൽ നിന്നുള്ള വനവാസി പാർട്ടിയെ ഒപ്പം നിർത്തണമെന്ന് പ്രിയങ്ക ഗാന്ധി നിലപാടെടുത്തതോടെ ജാനുവും UDFന്റെ ഭാഗമായി. പക്ഷേ കാര്യമായ പ്രാധാന്യം നൽകാതെ അസോസിയേറ്റ് അംഗമാക്കിയാണ് ഇരുവരെയും മുന്നണിയിൽ ഉൾപ്പെടുത്തിയത്. UDFന്റെ ഭാഗമായി ഘടകകക്ഷികൾക്ക് ലഭിക്കുന്ന എല്ലാ പ്രാധാന്യവും അൻവറിനും ജാനുവിനും ലഭിക്കില്ല. UDF യോഗങ്ങളിൽ ഇരുവർക്കും പങ്കെടുക്കാനും കഴിയില്ല. പുറത്തുനിന്ന് സഹകരിക്കുന്ന ഒരു പാർട്ടി മാത്രമായി ഇരു കൂട്ടർക്കും പ്രവർത്തിക്കാമെന്നതാണ് ധാരണ. സീറ്റിന്റെ കാര്യത്തിൽ അഭിപ്രായം മുന്നണി നേതൃത്വത്തെ അറിയിക്കാം. എന്നാൽ മുന്നണി യോഗത്തിൽ അതിനായി വാദിക്കാനും കഴിയില്ല. ഫലത്തിൽ UDFന്റെ ഭാഗമാണെന്ന് പറയാമെന്ന് മാത്രം. മുന്നണി നേതൃത്വം ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനം അംഗീകരിച്ച് പ്രവർത്തിക്കുകയും വേണം. ജനം, തിരുവനന്തപുരം.